എന്നെ സ്നേഹിച്ച പ്രാണനാണു നീ, എന്നെ ഉയർപ്പിച്ച ബലമാണു നീ. മായാത്ത സ്നേഹം, മറയാത്ത സ്നേഹം. ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്നൊരു പ്രയോഗം കേട്ടിട്ടില്ലേ? അതുപോലെ ഇപ്പോൾ മാധ്യമങ്ങൾ മുഴുവൻ കത്തോലിക്കാ സഭയ്ക്ക് എന്തോ സഹരക്ഷക എന്ന് പറഞ്ഞിട്ടൊരു വലിയ തെറ്റിൽ നിന്ന് കത്തോലിക്കാ സഭ തിരുത്തി മാർപ്പാപ്പയ്ക്ക് ബോധമുദിച്ചു. ചിലർ പറയുന്നത് കേട്ട് 141 കോടി കത്തോലിക്കര് ഇന്ന് നവംബർ 4 മുതൽ പറയാൻ തുടങ്ങിയതാ, ഇന്ന് രക്ഷിക്കപ്പെട്ടു. എന്തൊക്കെയാണ് പടച്ചുവിടുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല. കാരണം കത്തോലിക്കാ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള രേഖകളിലോ പഠിപ്പിക്കലുകളിലോ പ്രബോധനങ്ങളിലോ ഇല്ലാത്ത ഒരു കാര്യം അതിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് കത്തോലിക്കാ സഭയുടെ അധ്യക്ഷനായിട്ടുള്ള മാർപ്പാപ്പ ഇവിടെ പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ മക്കളോട് പറഞ്ഞു കൊടുത്തു, മക്കളെ ഇങ്ങനെ ഒരു തെറ്റ് വരുന്നതായിട്ട് കാണുന്നു, പലരും അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു. എന്റെ കുഞ്ഞുങ്ങളെ അത് ഉപയോഗിക്കല്ലേ, അത് ചിലപ്പോൾ അപകടത്തിന് കാരണമാകും, ദുർവ്യാഖ്യാനം ചെയ്യപ്പെടാനായിട്ട് കാരണമാകും. ക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ട ആ സ്ഥാനം നമ്മൾ വേറെ ആർക്കും കൊടുക്കുന്നത് തെറ്റാണ് എന്ന് സഭാമക്കളെ പഠിപ്പിച്ചു. അത്രയും മാത്രമേ ഉള്ളൂ. അല്ലാതെ തെറ്റിന്റെ അകത്ത് നിന്ന് കത്തോലിക്കാ സഭ ഉയർത്തെഴുന്നേറ്റെന്നോ കത്തോലിക്കാ സഭയ്ക്ക് വലിയൊരു അപാകതയിൽ നിന്ന് മോചനം കിട്ടിയെന്നോ ഒന്നുമല്ല അതിന്റെ അർത്ഥം. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് സഭക്കാര് മുഴുവനും വന്നിട്ട് കത്തോലിക്ക വെറുതെ വഴിയെ പോകുന്നവരെ തോണ്ടിക്കൊണ്ടിരിക്കുക. പോപ്പ് രക്ഷിക്കപ്പെട്ടോ? ഞാൻ ചോദിച്ചു, പോപ്പ് രക്ഷിക്കപ്പെട്ടോ എന്ന് പറയേണ്ടത് ആലപ്പുഴ താമസിക്കുന്ന ഞാനല്ല, തിരുവല്ലയിൽ താമസിക്കുന്ന നിങ്ങളുമല്ല. ആരാണ് പോപ്പ് രക്ഷിക്കപ്പെട്ടോ ഇല്ലയെന്ന് പറയേണ്ടത്? എൻ്റെ ദൈവമായ കർത്താവാണ്. അത് രക്ഷിക്കപ്പെടുക എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് സഹോദര എന്ന് പറഞ്ഞു വിടാനേ നിവൃത്തിയുള്ളൂ. കാരണം അവരുടെ അഭിപ്രായത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് പണ്ട് 2 തമ്പേറും അടിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പാസ്റ്റർ വന്നിട്ട് യേശുക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞ സുവിശേഷം പറയുകയും പെട്ടെന്ന് അവർ പറയും ഇന്ന് രക്ഷിക്കപ്പെടുന്നവര് മുന്നോട്ട് വരാൻ പറഞ്ഞിട്ട് അപ്പൊ പറയും, ഞാൻ യേശുവിനെ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് ആദരം കൊണ്ട് ഏറ്റുപറഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇനി എന്താ, കർത്താവ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ പൊങ്ങി ഉൾപ്രാവണം വഴി കയറി അങ്ങ് മുകളിലോട്ട് പോകും. എൻ്റെ പൊന്നുകൂട്ടുകാരെ, അബദ്ധമാണ് പറയുന്നത്. കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് എന്താ? അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, രക്ഷ പ്രാപിക്കും. അവസാന നിമിഷം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇവര് പറയുന്ന ഈ രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഒരു ടോക്കൺ എടുത്തു അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്തതുപോലെ മാത്രമാണ്. സഭയിലെ അംഗമായി യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായിട്ട് ഏറ്റുപറഞ്ഞ് മാമോദീസ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ സ്വർഗത്തിൽ പോകുമെന്നല്ല ബൈബിള് പറയുന്നത്. പിന്നെന്താ പറയുന്നത്? ചർച്ചിന്റെ രജിസ്റ്ററിൽ പേരുള്ളവരെല്ലാം സ്വർഗത്തിൽ പോകുമെന്ന് ബൈബിള് പഠിപ്പിക്കുന്നില്ല. കത്തോലിക്ക സഭ വ്യക്തമായിട്ട് വചനാടിസ്ഥാനത്തിൽ പറഞ്ഞു തരുന്നുണ്ട്, അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഇത് നമ്മൾ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ് ടിക്കറ്റ് എടുക്കുന്ന കണക്കാണ്. ബസ് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് എത്തൂല പ്രിയപ്പെട്ടവരെ. സെയിം ബസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സമയത്ത് ബസ് സ്റ്റാൻഡിൽ ചെല്ലണം, ബസ്സിൻ്റെ ഉള്ളിൽ കയറണം, നമുക്ക് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലത്ത് ഇരിക്കണം, ബസ്സിന്റെ നിയമങ്ങൾ പാലിക്കണം, വീഴാതിരിക്കാനായിട്ട് ഉണർവോടെ പിടിച്ചോണ്ടിരിക്കണം ഒക്കെ ചെയ്ത് അതിന്റെ കൃത്യസമയമാകുമ്പോൾ അത് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരത്ത് ഇറങ്ങി നമ്മുടെ ആ ഡെസ്റ്റിനേഷനിൽ ചെല്ലുമ്പോഴാണ് പറയുന്നത് ഞാൻ തിരുവനന്തപുരത്ത് എത്തി. അതുപോലെ തന്നെ വിശ്വാസ ജീവിതത്തിലേക്ക് കയറുമ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ അബദ്ധം നമ്മൾ മനസ്സിലാക്കണം. അതൊരു പ്രോസസ്സാണ്. അത് തുടങ്ങി തുടർന്ന് അവസാനിക്കുമ്പോൾ കർത്താവ് പറയേണ്ട സർട്ടിഫിക്കറ്റ് ആണത്, നമ്മളല്ല ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഇനി ഇതിന്റെ മറുവശം എന്ന് പറഞ്ഞാല് പരിശുദ്ധ കന്യകാമറിയത്തെ കച്ചവട ചരക്കാക്കി വെച്ചിരുന്ന പലരും പെന്തക്കോസുകാരെ പോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ഉപരിയായിട്ട് പ്രൊട്ടസ്റ്റന്റ് സഭാവിശ്വാസികളെക്കാട്ടില് ചില ചാനലുകളെക്കാട്ടിലും വളരെ ആവേശത്തോടെ വന്നിട്ട് ഇതിനെയൊക്കെ ന്യായീകരിക്കുകയും അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും വലിയ അപദാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. രണ്ടും അപകടമാണ്.
കാരണം പരിശുദ്ധ കന്യകാമറിയത്തെ സ്വർഗം മാനിച്ച ലേഡിയാണ്, അല്ലെ? സ്വർഗം മാനിച്ച സ്ത്രീയാണ്, സ്വർഗത്തിന്റെ ഏറ്റവും നല്ല പദവി കൊടുത്ത സ്ത്രീയാണ്. ഭൂമിയിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വിശ്വാസികളുടെ അമ്മയുടെ സ്ഥാനമാണ് മാതാവിനുള്ളത്. ഒരു തർക്കവും ഇല്ല. ഇതെല്ലാം അങ്ങനെ ഇരിക്കെ നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അപദാനം പറഞ്ഞു കൊടുത്ത് പരിശുദ്ധ മാതാവിനെ പ്രോത്സാഹിപ്പിച്ച് ചുളിവിൽ കാര്യം നേടാനുള്ള ഒരു കളിപ്പാവയല്ല പരിശുദ്ധ അമ്മ. മാതാവിന് അർഹമായിട്ടുള്ള സ്ഥാനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ കൊടുക്കുക തന്നെ വേണം. പക്ഷേ സ്വർഗത്തിന് മാത്രം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് അവകാശപ്പെട്ടിരിക്കുന്ന ചില അപദാനങ്ങൾ കൂടിയെടുത്ത് മാതാവിന്റെ മഹത്വം കൂട്ടാനായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ ചിലയിടത്തൊക്കും ചിലയിടത്തൊക്കത്തില്ല. ചിലേത് ശരിയാകും, ചിലേത് ശരിയാകത്തില്ല എന്ന് പറഞ്ഞതുപോലെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. നമ്മുടെ എല്ലാ ദിവസവും വീട്ടിൽ ചൊല്ലുന്ന ലുത്തീനിയ പ്രാർത്ഥനകളിൽ തന്നെ ഒരു ലോഡ് വചനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഓരോ സന്ധ്യയിലും ലുത്തീനിയ പ്രാർത്ഥനയിൽ നമ്മൾ ഉരുവിടുന്നത്. മാതാവിന്റെ ലുത്തീനിയയിൽ ചിലത് മാത്രം ഒന്ന് നോക്കാം. വർഷങ്ങളായിട്ട് നമ്മുടെ ചില ധ്യാന കേന്ദ്രങ്ങളും നമ്മുടെ ചില ബ്രദേഴ്സും നമ്മുടെ ചില അച്ഛന്മാര് പോലും നമ്മളെ കൊണ്ട് ചൊല്ലിക്കുന്ന വചന വിരുദ്ധമായിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയമേ, മാതാവ് സ്വർഗത്തിരുന്ന് കണ്ണു തള്ളും, കർത്താവേ എന്റെ പൊന്നുമോനെ ഞാനാണോടാ നരകസർപ്പത്തിന്റെ തലയെ തകർത്തത്, അല്ലേ? ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15 പ്രോട്ടോ ഈവൻ ഗേലിയോൺ എന്ന് പറയുന്ന ഭാഗം വായിച്ചു നോക്കുമ്പോഴത്തേക്കും അവൾ നിന്റെ തല തകർക്കുമെന്നല്ല എവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സീഡ് ഓഫ് വുമൺ, സ്ത്രീയുടെ സന്തതി നിന്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി ആരാണെന്ന് ഇവിടത്തെ കത്തോലിക്കനോടോ ഏത് മതവിശ്വാസിയോടോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, സ്ത്രീയുടെ സന്തതി യേശുക്രിസ്തു അവന്റെ തല തകർത്തു. എവിടെയാ തകർത്തത്? കുരിശിൽ, കാൽവരി കുരിശിൽ. എഫേസോസ് ലേഖനം 1:20 നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങനെ എല്ലാ അധികാരങ്ങളും പ്രഭുത്വങ്ങളും ആധിപത്യങ്ങൾക്കും ശക്തികൾക്കും മീതെ അവനെ ഇരുത്തി. വേറൊരു വചനത്തിൽ പറയുന്നു, കുരിശിൽ അവയെല്ലാം അവഹേളന പാത്രമാക്കി പരസ്യമായിട്ട് അവൻ വെച്ചിരിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അവന്റെ പാദത്തിന് കീഴിലാക്കി എല്ലാത്തിനും മുകളിൽ അവനെ നിയമിച്ചു, ഈ യുഗത്തിലും വരുവാനിരിക്കുന്ന യുഗത്തിലും. അപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നരകസർപ്പത്തിന്റെ തലയെ തകർത്ത പരിശുദ്ധ കന്യകാമറിയമേന്ന്. മാതാവിനെ ബഹുമാനിക്കുകയാണോ മാതാവിനെ അപമാനിക്കുകയാണോ എന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും ഒരു പങ്ക് എൻ്റെ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ അവിടെ വന്നിട്ട് പറയുകയാണ്, മാതാവിന് സമയത്തിന്റെ അധികാരിയാണ് മാതാവെന്ന്. കൃപാസന മാതാവ് സമയത്തിന്റെ അധികാരിയാണെന്ന്. അപ്പൊ സമയത്തിന്റെ അധികാരം ആർക്ക് കൊടുത്തു? മാതാവിന് കൊടുത്തു. ആര് കൊടുത്തു? കൃപാസനത്തിലെ അച്ഛൻ കൊടുത്തു. നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കാണ് എന്ത് പറ്റുന്നത്? അബദ്ധ പഠനങ്ങളിലേക്ക് ചെന്ന് വീഴുന്നത്. ഇത് നാളെ ഒരു ഹെരസിയായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. കർത്താവ് നൽകിയ സ്ഥാനങ്ങളല്ലാതെ, അപദാനങ്ങളല്ലാതെ, ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള അപദാനങ്ങൾ യേശുക്രിസ്തുവിന് മാത്രമുള്ള, എൻ്റെ ഭാവിയെ നിശ്ചയിക്കുന്ന, എൻ്റെ ഭൂതത്തെ അറിയുന്ന, എൻ്റെ വർത്തമാനത്തെ അറിയുന്ന എൻ്റെ ദൈവം, അവന് മാത്രമേ അത് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അവന് മാത്രമാണ് സമയത്തിന്റെ അധികാരി. ആ അധികാരി കലവൂലിരിക്കുന്ന ഒരാൾ വേറെ മാതാവിന് ഇഷ്ടം കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ തിയോളജിക്കലായിട്ട് തന്നെ തെറ്റി. നമ്മൾ ഇതൊക്കെ എന്നാ ഇനി പഠിക്കുന്നത്? ഇത് പഠിക്കണമെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, വചനത്തിനോട് നമുക്കൊരു പ്രാപ്തി, ഒരു ബോധം ഉണ്ടായിരിക്കണം. ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കാനോ പറഞ്ഞാലും മനസ്സിലാകാനോ ഉള്ള മനസ്സ് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. പണ്ട് നമ്മുടെ ഷാജി തുമ്പേച്ചിറയിൽ അച്ഛൻ കേരളക്കരയിലെ മാതാവിലൂടെ യേശുവിലേക്ക് എന്നുള്ള ഒരു സ്ലോഗൻ കൊണ്ടുവന്നു. വളരെ ഇഷ്ടപ്പെട്ടു, തോന്നി, നല്ല കാര്യം. പക്ഷെ ഇന്ന് അതിനെയും കവച്ചു വെക്കുന്ന പുതിയ സ്ലോഗൻ വരാൻ തുടങ്ങി. അന്ന് മാതാവിലൂടെ യേശുവിലേക്ക് എന്നുള്ളതായിരുന്നെങ്കിൽ ഇന്ന്
മാതാവിനോടും ഈശോയോടും ഒപ്പം രണ്ടുപേരെ ഒരേ തട്ടിലാക്കാനായിട്ടുള്ള വലിയ ശ്രമങ്ങളാണ്. അതെന്തോ വലിയ മാതാവിനെന്തോ വലിയ സുഖിക്കും എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. മാതാവിന് പോലും ഇഷ്ടമല്ല. യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുന്നതാണ് മാതാവിനും ഇഷ്ടം. അതാണ് യഥാർത്ഥ മരിയ ഭക്തി. എൻ്റെ ഒരു കാല് കല്ലിൽ തട്ടിയാൽ പോലും ഒന്നെങ്കിൽ നമ്മൾ എൻ്റെ ഈശോയെ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ചില നമ്മുടെ അമ്മച്ചിമാരോ അല്ലെങ്കിൽ നമ്മൾ തന്നെയോ എൻ്റെ മാതാവേ എന്ന് വിളിക്കും. കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ആൾക്കാരെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഈശോയെ മാത്രം വിളിക്കരുത്, അപ്പൊ മാതാവിന്റെ സ്ഥാനം പോവും, ഒന്നിച്ചു വിളിക്കണമെന്ന്. എന്താണ് സ്ലോഗൻ? എൻ്റെ ഈശോ മാതാവേ, ഒറ്റ ശ്വാസത്തിൽ വിളിക്കണം. എല്ലാത്തിനും ഈശോയോടുള്ള സ്ഥാനത്തിന് ഒട്ടും മാതാവ് താഴാതിരിക്കാനായിട്ട് മരിയോളജി എന്ന് പറയുന്ന ആ സമൂഹം വളരെ കഷ്ടപ്പെട്ട്, ആ പഠനശാസ്ത്രം വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന ഒരു കാഴ്ചയാണ്. എന്ത് കിട്ടാനാണെന്ന് എനിക്ക്. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വാ, നമുക്ക് രമ്യതപ്പെടാമെന്ന് കർത്താവ് പറയുക. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ പാപികളെ തേടി, മർക്കോസിന്റെ സുവിശേഷം 2:17, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടി അത്രേ വന്നിരിക്കുന്നത്. മരിയോളജിക്കാരെ ഉടനെ വന്നിട്ട് പഠിപ്പിച്ചു, അയ്യോ അങ്ങനൊന്നും നേരിട്ടൊന്നും പോകല്ലേ, കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മാതാവ് വഴി, വളഞ്ഞ വഴി പോയാലേ കിട്ടത്തുള്ളൂ. അപ്പൊ മാതാവിലൂടെ പോകുമ്പോൾ എന്ത് വേണം? അവിടെ എണ്ണ വാങ്ങിക്കണം, തിരി വാങ്ങിക്കണം, ഉടമ്പടി സൈൻ ചെയ്യാനായിട്ട് 350 കൊടുക്കണം, പത്രം വാങ്ങിക്കണം, പൂമാല വാങ്ങിക്കണം, വാഴക്കൊല വാങ്ങിക്കണം. ഇതെല്ലാം കൊണ്ട് മാതാവിലൂടെ പോവുകയാണെങ്കിൽ കിട്ടും. എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് ഇനിയും മനസ്സിലായില്ലേ? കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, പിതാവിന്റെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, അതൊന്നും വേണ്ട, ഇഷ്ടമുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടെ കൈക്കൂലി കൊടുത്താണെങ്കിലും കാര്യം നേടിയ പോരെ. സിമ്പിൾ. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും എൻ്റെ അടുക്കൽ വാ, നമുക്ക് രമ്യതപ്പെടാമെന്ന് കർത്താവ് പറയുക. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഈശോ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ പാപികളെ തേടി, മർക്കോസിന്റെ സുവിശേഷം 2:17, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടി അത്രേ വന്നിരിക്കുന്നത്. മരിയോളജിക്കാരെ ഉടനെ വന്നിട്ട് പഠിപ്പിച്ചു, അയ്യോ അങ്ങനൊന്നും നേരിട്ടൊന്നും പോകല്ലേ, കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? മാതാവ് വഴി, വളഞ്ഞ വഴി പോയാലേ കിട്ടത്തുള്ളൂ. അപ്പൊ മാതാവിലൂടെ പോകുമ്പോൾ എന്ത് വേണം? അവിടെ എണ്ണ വാങ്ങിക്കണം, തിരി വാങ്ങിക്കണം, ഉടമ്പടി സൈൻ ചെയ്യാനായിട്ട് 350 കൊടുക്കണം, പത്രം വാങ്ങിക്കണം, പൂമാല വാങ്ങിക്കണം, വാഴക്കൊല വാങ്ങിക്കണം. ഇതെല്ലാം കൊണ്ട് മാതാവിലൂടെ പോവുകയാണെങ്കിൽ കിട്ടും. എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് ഇനിയും മനസ്സിലായില്ലേ? കർത്താവ് പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, പിതാവിന്റെയും അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനകൾ നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, അതൊന്നും വേണ്ട, ഇഷ്ടമുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്ക് ഇങ്ങനെ വളഞ്ഞ വഴിയിൽ കൂടെ കൈക്കൂലി കൊടുത്താണെങ്കിലും കാര്യം നേടിയ പോരെ. സിമ്പിൾ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ആരുടെ ജീവൻ? യേശുവിൽ വിശ്വസിക്കുന്നവരുടെ ജീവൻ, നിത്യജീവൻ തരാനായിട്ട് അവന്റെ ജീവൻ നമുക്ക് തന്നിരിക്കുന്നു. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴത്തേക്കും ആ ജീവൻ ഓരോ പ്രാവശ്യവും നമ്മൾ പുതുക്കം ചെയ്യുന്നത് അല്ലേ? ഉടമ്പടി പുതുക്കുന്നത് പോലെ ഓരോ പ്രാവശ്യവും ജീവൻ ഇതാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പരിശുദ്ധ കുർബാനയുടെ അന്തസത്ത. ജീവൻ യേശുവാണ്, എൻ്റെ ജീവന്റെ ദൈവം. സങ്കീർത്തന പുസ്തകം 42-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ അത് അതേപോലെ എടുത്ത് എഴുതിയേക്കുന്നു, എൻ്റെ ജീവന്റെ ദൈവമേ, നോട്ട് ദാറ്റ് വേർഡ്, ജീവന്റെ ദൈവം. നമ്മൾ സന്ധ്യയ്ക്ക് പാട്ട് പാടാറുണ്ട്, ജീവന്റെ ഉറവിടം ക്രിസ്തുവത്രേ. പാടിത്തീർന്ന് അടുത്ത സെക്കൻഡിൽ നമ്മൾ തിരിച്ചു പറയും. മരിയോളജിക്കാർ പഠിപ്പിച്ച പ്രാർത്ഥന, എൻ്റെ ജീവനും മാധുര്യവും ശരണവുമേ സുസ്തി, ഹവായുടെ പുറന്തള്ളപ്പെട്ട. ഇപ്പൊ ജീവനാരായി? ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ, വചനത്തിന് എതിരാകരുത്. പരിശുദ്ധ മാതാവിനെ എൻ്റെ അമ്മേ, എൻ്റെ മാതാവേ എന്ന് വിളിച്ചാൽ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. കാരണം യേശുക്രിസ്തു പറഞ്ഞതാണ്, ഇതാ നിന്റെ അമ്മ. ധൈര്യമായിട്ട് എനിക്കും വിളിക്കാം. യോഹന്നാനെ സഭയായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു, നമ്മളത് അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്യുന്നു, സഭയുടെ പ്രതീകം. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു എനിക്കും ആ അമ്മയെ തന്നു.
അതുകൊണ്ട് അമ്മയെ അമ്മേ എന്ന് വിളിക്കുന്നതിലും വലിയ പദവിയൊന്നും മക്കളും അമ്മയും തമ്മിൽ ബന്ധത്തിലില്ല. എൻ്റെ മാതാവേ, എൻ്റെ അമ്മേ, ധൈര്യമായിട്ട് വിളിക്കാം. ഇനി വേറെന്തെങ്കിലും വിളിക്കുകയാണ് എങ്കിൽ അത് വചനത്തിന് എതിരാകരുത്, യേശുക്രിസ്തുവിന് കൊടുക്കുന്ന പദവി ആകരുത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള ചിന്തയ്ക്ക് വിടുന്നു. ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ നിന്റെ കഴുത്ത് ആയുധശാലയായി നിർമ്മിച്ച ദാവീദിന്റെ ഗോപുരം പോലെയാണ്. മനസ്സിലായി കാണുമല്ലോ, ദാവീദിന്റെ ഗോപുരമേ. മണവാളനായിട്ടുള്ള ക്രിസ്തു തൻ്റെ മണവാട്ടിയായിട്ടുള്ള സഭയെ, തൻ്റെ ശിരസായ ക്രിസ്തു ശരീരമാകുന്ന സഭയെ നോക്കിയിട്ട്, മണവാട്ടിയായ സഭയെ നോക്കി ശിരസായ ക്രിസ്തു പറയുകയാണ്, നിന്റെ കഴുത്ത് ദാവീദിന്റെ ഗോപുരം പോലെ, ആയുധശാലയായി നിർമ്മിച്ച ദാവീദിന്റെ ഗോപുരം പോലെ. ഒരു ഭാര്യ ഒരു ഭർത്താവിനോട്, അല്ലെങ്കിൽ കാമുകൻ ഒരു കാമുകിയോട്, മണവാളൻ തൻ്റെ മണവാട്ടിയോട് പറയുന്നത് പോലെ ഉപമിച്ചു പറയുകയാണ്. ആര് പറയുന്നത്? മണവാളൻ തൻ്റെ മണവാട്ടിയോട്. അപ്പോഴാണ് നമ്മൾ ലുത്തീനയിൽ മാതാവിനോട് പറയുന്നത്, നീ ദാവീദിന്റെ ഗോപുരമേ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ഈ പറയുന്നത്? നമ്മൾ വചനത്തിലൊന്ന് ചെക്ക് ചെയ്യത്ത് പോലുമില്ല. നിങ്ങൾക്ക് വേണ്ടി വിടുന്നു. 91-ാം സങ്കീർത്തനം അറിയാത്തവരല്ല കേരള കത്തോലിക്കര്. എല്ലാ വീടുകളിലും എല്ലാ സമയത്തും നമ്മൾ യാത്രയിൽ പ്രത്യേകിച്ച് 91-ാം സങ്കീർത്തനം ആവർത്തിച്ച് ചൊല്ലാറുണ്ട്. എൻ്റെ സങ്കേതം, കർത്താവിനോട് എൻ്റെ സങ്കേതമാണെന്ന് പറയും. ഞാൻ എൻ്റെ കർത്താവിനോട് പറയും, നീയാണ് എൻ്റെ സങ്കേതം. പറയുന്ന വാക്കിന് വില വേണം കേട്ടോ. പല സങ്കേതങ്ങൾ നമുക്കില്ല, ഒറ്റ സങ്കേതം, യേശുക്രിസ്തു. അവനാണ് എൻ്റെ സങ്കേതം. കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്നൊക്കെ പറയും. ഒറ്റ മിനിറ്റ് കഴിയണ്ട, ലുത്തീനയിൽ പറയും, പാപികളുടെ സങ്കേതമേ. അപ്പൊ ഇപ്പാരായി സങ്കേതം? പാപം ക്ഷമിക്കാനും പാപത്തിൽ നിന്ന് രക്ഷിക്കാനും പറ്റുന്ന ഇടമാണ് സങ്കേതം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്തത് ആരാണ് പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിന് കൊടുക്കുന്ന മഹത്വം മറ്റാർക്ക് കൊടുത്താലും അത് ആരാധനയാ, അല്ലെങ്കിൽ അത് വേറെ രീതിയിലായി പോവും. അതുകൊണ്ട് വചനം അറിയണം. വചനത്തിനെതിരായിട്ടുള്ള ഏത് സംബോധനയും നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇസ്രായേലിൽ 6 സങ്കേത പട്ടണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ഓരോ സങ്കേത പട്ടണവും ആരെ സൂചിപ്പിക്കുന്നു എന്നുള്ളതും ഡാനിയലച്ചൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കേരളത്തിലുള്ള എല്ലാവരും, വചനം കേൾക്കുന്ന എല്ലാവരും പഠിച്ചതാണ്. ഇതെന്താണ് സങ്കേത പട്ടണം. 91-ാം സങ്കീർത്തനം ആവർത്തിച്ച് ചൊല്ലുന്നു, കർത്താവേ നീയാണ് എൻ്റെ സങ്കേതം. ഒറ്റ മിനിറ്റ് കഴിയത്തില്ല, അവിടെ പറയും, പാപികളുടെ സങ്കേതമായ മാതാവേ. ഉത്തമഗീതം 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ദന്തനിർമ്മിതമായ ഗോപുരം പോലെയാണ് നിന്റെ കഴുത്ത്. മണവാളൻ ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയുടെ കഴുത്തിനെ കുറിച്ച് വർണ്ണിക്കുക. ക്രിസ്തുവിന്റെ സഭ ശരീരത്തോട് ഉപമിച്ചിട്ട് ആ സഭയെ നോക്കി, മണവാട്ടി സഭയെ നോക്കി മണവാളനായ ക്രിസ്തു കാവ്യാത്മകമായിട്ട് പറയുന്നതായിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുക. ദന്തഗോപുരം പോലെയാണ് എൻ്റെ മണവാട്ടിയുടെ കഴുത്ത്. മരിയോളജിക്കാർ വന്നിട്ട് അത് മാത്രം ഇങ്ങോട്ട് അടിച്ചു മാറ്റിയിട്ട് അത് മാതാവിന് ഫിറ്റ് ചെയ്ത് കൊടുത്തു. എന്താ ഫിറ്റ് ചെയ്ത്? നിർമ്മല ദന്തം കൊണ്ടുള്ള ഗോപുരമേ, നിർമ്മല ദന്തം കൊണ്ടുള്ള ഗോപുരം, ദന്തഗോപുരമായ കഴുത്ത്. മണവാളൻ മണവാട്ടിയെ വിളിച്ചത് ഇപ്പം നമ്മൾ മാതാവിനെ വിളിക്കുക. മാതാവ് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് അതോ അമ്മയാണോ? നീതിയുടെ ദർപ്പണമേ, കേട്ടപ്പോൾ നല്ല രസമുണ്ടല്ലേ? മിറർ ഓഫ് ജസ്റ്റിസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നത്. മിറർ ഓഫ് ജസ്റ്റിസ്. നമ്മുടെ നീതീകരണം ആരിലാണ് പ്രിയപ്പെട്ടവരെ? യേശുക്രിസ്തുവിന്റെ രക്തം മൂലം നീതീകരിക്കപ്പെട്ട നമ്മൾ. അതുകൊണ്ടാണ് യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, അവന്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ എനിക്ക് മനോധൈര്യമുണ്ട്. യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട നമ്മള് മാതാവിനെ നോക്കിയിട്ട് വിളിക്കുകയാണ്, നീതിയുടെ കണ്ണാടി നീയാണ്. അപ്പൊ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഒരു നീതിയും കാണുന്നില്ല. യേശുക്രിസ്തുവാകുന്ന കണ്ണാടി മുന്നിൽ വെച്ചിട്ട് അതിലൂടെ എന്നെ നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്ന് വചനം പറയുകയും അത് വിശ്വസിക്കുന്നു പറയുകയും ചെയ്യുന്നവര് മാതാവിനെ കാണുമ്പോൾ, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നത് പോലെ നമ്മൾ മാതാവിനെ കാണുമ്പോൾ പറയാണ്,
നീതിയുടെ ദർപ്പണമേ. ദർപ്പണം എന്ന് പറഞ്ഞാൽ കണ്ണാടി. ആര് മൂലമാണ് ക്രിസ്ത്യാനി നീതീകരിക്കപ്പെടുന്നത്? ഏത് കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് നമ്മളുടെ നീതീകരിച്ച ശരീരവും മനസ്സും ആത്മാവും നമ്മൾ കാണുന്നത്? ജെറമ്യ 23:6 പറയുന്നു, കർത്താവ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവർ അറിയപ്പെടുക. കർത്താവ് ഞങ്ങളുടെ നീതി എന്ന പേരിലായിരിക്കും അവർ അറിയപ്പെടുക, നമ്മളും അറിയപ്പെടുക. പുതിയ നിയമത്തിലെ റോമാലേഖനം 5:9 പറയുന്നു, ആകയാൽ നാം ഇപ്പോൾ യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. എഫേസോസ് ലേഖനം 1:7, കൊളോസി ലേഖനം 1:10 മുതൽ ഇങ്ങോട്ട് താഴോട്ട് വായിച്ചു നോക്കണം. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ. ആരാണ് ക്രിസ്ത്യാനിയുടെ സന്തോഷത്തിന്റെ കാരണം? ഫിലിപ്പി ലേഖനം 4:4 പറയുന്നു, നിങ്ങൾ എപ്പോഴും മാതാവിൽ സന്തോഷിക്കുവിനെന്നല്ല, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. മാതാവിന് വേണ്ടെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം, അല്ലെങ്കിൽ വചനത്തിനെതിരാകും. മാതാവ് നമ്മുടെ അമ്മയാണ്, എൻ്റെ മാതാവാണ്. വചനത്തിൽ പറയുന്ന ക്രിസ്തുവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാതാവിനോട് കൊടുക്കുന്നത് അത് മാതാവിനെ കൂടെ അപമാനിക്കുന്നതാണ്. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. വചനത്തിൽ എഴുതിയേക്കുന്ന അവിടുത്തെ മാതാവിൽ സന്തോഷിക്കുവിനെന്നല്ല, റിജോയ്സ് ഇൻ ദ ലോർഡ്. എന്നിട്ട് പറയാണ്, എഗെയിൻ ഐ സേ റിജോയ്സ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിക്കുവിൻ. ആരിൽ സന്തോഷിക്കുവിൻ? കർത്താവിൽ സന്തോഷിക്കുവിൻ. കർത്താവിന്റെ വചനം ദൈവവചനമാണ് നാം കേട്ടതെന്ന് പറഞ്ഞ് മടക്കി വെച്ചിട്ട് നമ്മൾ പറയും, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ. വചനം വായിച്ചിട്ട് 1 മിനിറ്റേ ആയുള്ളൂ, ചിന്ത നിങ്ങൾക്ക് വിടുന്നു. പാപികളുടെ സങ്കേതം, റെഫ്യൂജ് ഓഫ് സിന്നേഴ്സ്. സങ്കീർത്തന പുസ്തകം 46:9 ഇംഗ്ലീഷ് ഒരു കാരണവശാലും വായിക്കരുത്, അത് അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത്. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. ലൂക്കാസ് സുവിശേഷം 5:32 വായിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. പാപികളെ എൻ്റെ സങ്കേതത്തിലേക്ക് ഓടിവാ, ഇതിലോട്ട് കേറ്, നിങ്ങളെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഞാനുണ്ട്. അപ്പൊ നമ്മൾ മാതാവിനെ വിളിക്കും പാപികളുടെ സങ്കേതമേന്ന്. രോഗികളുടെ ആരോഗ്യം, ഹെൽത്ത് ഓഫ് സിക്ക്. പുറപ്പാട് പുസ്തകം 15:26 ഒരിക്കലും വായിക്കരുത്. അവിടെ എഴുതിയേക്കുന്ന ഇതാണ്, ഞാൻ, അതായത് ദൈവമായ കർത്താവ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. മാതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ രോഗം മാറാനും നമ്മുടെ കഷ്ടത മാറാനും നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത് വരെയും അമ്മയ്ക്ക് സ്വസ്ഥതയില്ല. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അത് അമ്മയുടെ സ്വഭാവമാണ്. പക്ഷെ അമ്മയുടെ കയറി രോഗികളുടെ ആരോഗ്യം എന്നൊക്കെ വിളിക്കാവോ? വിളിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ പിന്നെ ഒരിക്കലും പുറപ്പാട് പുസ്തകം 15:26 അങ്ങനെയുള്ള വാക്യങ്ങളൊന്നും വായിക്കരുത്. കാരണം അവിടെ എഴുതിയേക്കുന്നത് കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നവനാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. മടക്കി വെച്ചിട്ട് നമ്മൾ അപ്പുറത്തിരിക്കുന്ന ആളോട് പറയും, രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജാവായ ക്രിസ്തു നമുക്ക് സമാധാനം നൽകുന്നവനാണ്. വേറെ ആർക്കും ആ പദവി കൊടുക്കല്ലേ. സമയത്തിന്റെ അധികാരിയായിട്ടുള്ള മാതാവ് എന്ന് പറയുന്ന പുതിയൊരു സാധനം ഇപ്പൊ കൃപാസനം ജോസഫ് അച്ചൻ കൊണ്ടുവരുന്നുണ്ട്. CCC 668 പറയുന്നു, ഹീ പൊസസ്ഡ് ഓൾ പവേഴ്സ് ഇൻ ഹെവൻ ആൻഡ് ഓൺ എർത്ത്. എല്ലാ അധികാരങ്ങളും മുഴുവനും ഞാൻ വായിക്കാം. CCC 668 കത്തോലിക്ക സുവിശേഷ മതബോധന ഗ്രന്ഥം, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 668. Christ died and lived again that he may be Lord of the dead and the living. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. Christ assassination into heaven signifies his participation in the humanity, God's power and authority and domination. Christ is the Lord of cosmos and history. ഇനി അതിൻ്റെ അകത്ത് വേറെ വല്ല ഉൾപ്പെടുത്താനുണ്ടോ? എല്ലാം ഉൾപ്പെടുത്തിരിക്കുക. He is the authority. അവനാണ് എല്ലാത്തിൻ്റെയും അധികാരി, അവകാശി. അപ്പോഴാണ് കൃപാസന മാതാവിനെ വെച്ചിട്ട് പറയുന്നത്, ഈ മാതാവാണ്, അല്ലെങ്കിൽ ആ സ്വപ്നത്തിൽ വന്ന ആ സ്ത്രീയാണ് സമയത്തിന്റെ അധികാരി. ചോയ്സ് ഇസ് യുവേഴ്സ്. നിങ്ങൾക്ക് ആറ് വേണമെങ്കിലും സ്വീകരിക്കാം. കാര്യം കാണണമെങ്കിൽ അതൊക്കെ സ്വീകരിച്ചോണം കേട്ടോ. പക്ഷെ നിത്യതയിലെത്തുമെന്ന് അറിയത്തില്ല.
ഗലാത്യ ലേഖനം 4:4 കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ അയച്ചു, അവർ സ്ത്രീയിൽ നിന്ന് ജാതനായി. സമയം പൂർത്തിയായപ്പോൾ. അപ്പൊ സമയത്തിന്റെ അധികാരി ആരാ? കൃപാസനത്തിലെ അമ്മയല്ല. മാതാവിനെ കളിയാക്കരുത് ദൈവത്തിന്റെ ജനമേ. മാതാവ് നമ്മുടെ അമ്മയാണ്. സമയത്തിന്റെ അധികാരി കർത്താവാണ്. സമയത്തിന്റെ അധികാരി എന്നുള്ളത് ആരാധനയുടെ പദമാണ്, ഡിവൈൻ ലോർഡ്ഷിപ്പ്. അത് മാതാവിന് കൊടുക്കുന്നത് വഴി ആരാധനയും ആദരവും തമ്മിലുള്ള, അതായത് നമ്മുടെ കത്തോലിക്ക സഭയുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ലാട്രിയ വേഴ്സസ് ഹൈപ്പർദുളിയ ആകും. രണ്ടും തമ്മിൽ ഉടക്കോടെ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ. ആരാണ് ക്രിസ്ത്യാനിയുടെ സന്തോഷത്തിന്റെ കാരണം? ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എപ്പോഴും മാതാവിൽ സന്തോഷിക്കുവിനെന്നല്ല, നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. മാതാവിന് വേണ്ടെന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. പക്ഷെ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണം, അല്ലെങ്കിൽ വചനത്തിനെതിരാകും. മാതാവ് നമ്മുടെ അമ്മയാണ്, എൻ്റെ മാതാവാണ്. വചനത്തിൽ പറയുന്ന ക്രിസ്തുവിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാതാവിനോട് കൊടുക്കുന്നത് അത് മാതാവിനെ കൂടെ അപമാനിക്കുന്നതാണ്. നിങ്ങൾ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുവിൻ. വചനത്തിൽ എഴുതിയേക്കുന്ന അവിടുത്തെ മാതാവിൽ സന്തോഷിക്കുവിനെന്നല്ല. റിജോയ്സ് ഇൻ ദ ലോർഡ് എന്നിട്ട് പറയാണ്, എഗെയിൻ ഐ സേ റിജോയ്സ്. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, സന്തോഷിക്കുവിൻ. ആരിൽ സന്തോഷിക്കുവിൻ? കർത്താവിൽ സന്തോഷിക്കുവിൻ. കർത്താവിന്റെ വചനം ദൈവവചനമാണ് നാം കേട്ടതെന്ന് പറഞ്ഞ് മടക്കി വെച്ചിട്ട് നമ്മൾ പറയും, ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ. വചനം വായിച്ചിട്ട് 1 മിനിറ്റേ ആയുള്ളൂ, ചിന്ത നിങ്ങൾക്ക് വിടുന്നു. പാപികളുടെ സങ്കേതം, റെഫ്യൂജ് ഓഫ് സിന്നേഴ്സ്. സങ്കീർത്തന പുസ്തകം 46-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. ഇംഗ്ലീഷ് ഒരു കാരണവശാലും വായിക്കരുത്, അത് അതുപോലെ തന്നെ എഴുതിയിരിക്കുന്നത്. ഗോഡ് ഈസ് അവർ റെഫ്യൂജ് ആൻഡ് സ്ട്രെങ്ത്. ലൂക്കാസ് സുവിശേഷം 5:32 വായിക്കുന്നു, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. പാപികളെ എൻ്റെ സങ്കേതത്തിലേക്ക് ഓടിവാ, ഇതിലോട്ട് കേറ്, നിങ്ങളെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഞാനുണ്ട്. അപ്പൊ നമ്മൾ മാതാവിനെ വിളിക്കും പാപികളുടെ സങ്കേതമേന്ന്. പ്രിയപ്പെട്ടവരെ, ഉത്തമഗീത പുസ്തകം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം മുതൽ ഞാനൊന്ന് വായിക്കാം. എൻ്റെ പ്രിയേ, നീ താർസാ നഗരം പോലെ മനോഹരിയും ജെറുസലേം പോലെ സുന്ദരിയും കൊടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയതയുമാണ്. ഉടനെ നമ്മുടെ കേരളക്കരയിലുള്ള ഒരു അച്ഛൻ കാസറ്റിന്റെ അകത്തേക്ക് ഒരു പാട്ടിറക്കി അത് കച്ചവടമാക്കി. മാതേ നീ സൈന്യനീര പോലെ ഭയങ്കരിയും. 6:10 അത് പറയുന്നുണ്ട് കേട്ടോ. 6:10 സൂര്യനെ പോലെ തേജസ്വിനി, കൊടിക്കൂറകളേന്തിയ സൈന്യത്തെ പോലെ ഭയതയുമുള്ള ഇവൾ ആരാണ്? അതേ വാക്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അച്ഛൻ പാട്ടിറക്കി. കേരളക്കര മുഴുവനും എല്ലാ പള്ളികളിലും അത് ഏറ്റുപാടി. മാതാവിന്റെ പ്രദക്ഷിണത്തിൽ അതായിരുന്നു മുൻതൂക്കം. മാതേ നീ സൈന്യനീര പോലെ. പാടാനൊക്കെ നല്ല ഗുമ്മുള്ള പാട്ടല്ലേ. പക്ഷേ ആ പാട്ട് കേട്ടിട്ട് പിന്നെ നമ്മൾ ഉത്തമഗീത പുസ്തകം വായിക്കരുത്. ഉത്തമഗീത പുസ്തകം നമുക്കറിയാം, അത് മണവാളനും മണവാട്ടിയുമായിട്ട് സഭയെയും ക്രിസ്തുവിനെയും ഉപമിച്ചിട്ടുള്ള ഒരു കാവ്യാത്മകമായിട്ടുള്ള ഒരു പ്രേമലേഖനം പോലെ എഴുതിയേക്കുന്ന ഒരു പദ്യകൃതിയാണ് അല്ലേ, ഒരു പദ്യമാണ്. ഇതിൻ്റെ അകത്ത് യേശുക്രിസ്തു മണവാളനും തൻ്റെ സഭയായ മണവാട്ടി എങ്ങനെയാണ് ഒരു പ്രേമ പരവശനായിട്ട് മണവാളൻ തൻ്റെ മണവാട്ടിയെ കാണുന്നത്, മണവാട്ടി തൻ്റെ മണവാളനെ കാണുന്നത്, ഈ വർണ്ണനയാണ് അതിൻ്റെ അകത്തുള്ളത്. പരിശുദ്ധമായ പ്രണയത്തിൻ്റെ ഇത് വെച്ചിട്ട് ചിത്രീകരിക്കുന്ന ഒരു ഭാഗം. അവിടെയാണ് നീ ജെറുസലേം സുന്ദരി പോലെ കൊടിക്കൂറകളേന്തി വരുന്ന സൈന്യം പോലെ നീ ഭയതയാണ്. നീ ആര്? സൈന്യനിര പോലെ മനോഹരിയായ നീ ആര് എന്നുള്ള ആ 2 വർണ്ണന അവിടെ നടത്തിയെടുത്തിട്ട് ഒരു പാട്ടുണ്ടാക്കി. അത് മാതാവിൻ്റെ പേരിൽ കൊടുത്തു. കുഴപ്പമൊന്നുമില്ല, പാട്ട് പാടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പിന്നെ ആ ഭാഗം വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ നിങ്ങൾ കണ്ണ് പൊത്തിയേക്കണം, അല്ലെങ്കിൽ അത് വായിക്കരുത്. അതിൻ്റെ തൊട്ടു താഴെ, ആ വാക്യം അവസാനിക്കുന്നതിൻ്റെ തൊട്ടു താഴെ മണവാളൻ പ്രേമാധിക്യത്താൽ തൻ്റെ മണവാട്ടിയെ നോക്കി പറയുകയാണ്, നീ എന്നിൽ നിന്ന് നോട്ടം പിൻവലിക്കുക, അതെന്നെ വിവശനാക്കുന്നു. ഒരു മകൻ അമ്മയെടുക്കെ പറയുന്നതാണോ ഇത്? അല്ല. ഇവിടെ നമ്മൾ യേശുവിനെയും കളിയാക്കുകയാണ്, മാതാവിനെയും കളിയാക്കുകയല്ലേ.
അമ്മയ്ക്ക് പറ്റിയ അപദാനം അല്ല ഇത് സഭയെ മണവാട്ടി എന്ന് പറയുന്ന ചിത്രീകരിച്ചിട്ട് മണവാളൻ പറയുന്ന ഭാഗത്തിലെ ആദ്യ ഭാഗം എടുത്ത് മാതാവിന് ചാർത്തി കൊടുത്തു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചിലേത് ഒക്കും ചിലേത് ഒക്കത്തില്ല. പിന്നെ ഒപ്പിക്കാൻ വേണ്ടി ഒപ്പിച്ച് അത് പിന്നെ ബാക്കിയുള്ളവരുടെ മുൻപിലെല്ലാം നാണം കിടുന്നതിന് കാരണമാകും. നമുക്ക് എന്തെല്ലാം നല്ല നല്ല വാക്യങ്ങൾ പറഞ്ഞ് നമ്മുടെ അമ്മയെ മഹത്വപ്പെടുത്താം. ഈ കട്ടെടുത്തിട്ട് വേണോ അമ്മയ്ക്ക് മഹത്വം കൊടുക്കാനായിട്ട്? സഭയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗമാണ് അത്. അമ്മയാണെങ്കിൽ, അമ്മയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് എങ്കിൽ, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു. അമ്മയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത് എങ്കിൽ ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, തൊട്ട് താഴെയുള്ള വാക്യം അത് ആരെക്കുറിച്ചാ? ഉടനെ ഡൈവേർട്ട് ചെയ്ത് ഭാര്യയിലേക്ക് പോകൂ. തൊട്ട് മുകളിൽ പറയാണ്, നീ സൈന്യനിര പോലെ മനോഹരിയാണ്, കൊടിക്കൂറകളേന്തി വരുന്ന നീ ആര് എന്ന് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത വാക്യം പറയുകയാണ്, പ്രേമ പരവശനായിട്ടുള്ള മണവാളൻ തൻ്റെ മണവാട്ടിയെ നോക്കി പറയുകയാണ്, നീ എന്നിൽ നിന്ന് മുഖം മാറ്റ്, എനിക്ക് പ്രേമ പരവശനാകുന്നു, ഞാൻ വിവശനാകുന്നുവെന്ന്. ഒരു മകൻ അമ്മയെ നോക്കി പറയുന്നതാണോ? ഇതാണോ അടർത്തിയെടുത്തിട്ട് മാതാവിന് നമ്മൾ ചാർത്തി കൊടുക്കുന്ന വിശേഷണം? നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് വിടുന്നു. യോഹന്നാൻ 10:9 പറയുന്നു, യോഹന്നാൻ 10:9 പറയുന്നു, യേശുക്രിസ്തു പറയുന്നു, ഞാനാകുന്നു വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. ഫൈൻ. പുസ്തകം മടക്കി വെച്ചിട്ട് നമ്മൾ നേരെ മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ ചെന്നിട്ട് പറയും, സ്വർഗത്തിലേക്കുള്ള വാതിലേ. ഇത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ കത്തോലിക്ക സഭയിലെ തന്നെ ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു തന്ന ഇതാണ്, എടാ അത് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല, അതൊരു സാഹിത്യ രൂപത്തിലുള്ള വർണ്ണനയാണ്. മറ്റേ പ്രഭാപൂർണമായ പ്രഭാത നക്ഷത്രം, കർത്താവൊക്കെ അങ്ങനെ പറയും, പക്ഷെ ഞങ്ങളത് സാഹിത്യ രൂപത്തിൽ മാതാവിനെ വിളിക്കുന്നതാണെന്ന് പറഞ്ഞ കണക്ക് ഇതും സാഹിത്യ രൂപത്തിലുള്ള വർണ്ണനയാണ്. ഞാനപ്പോൾ പറഞ്ഞു, ഓക്കെ, സാഹിത്യ രൂപത്തിലൊന്ന് വർണ്ണിച്ച് എന്താ കാര്യം? അത് യേശുക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയത് മാതാവാകുന്ന വാതിലിലൂടെയാണ്. ഓഹോ, അതുകൊണ്ട് മാതാവാകുന്ന വാതിലിലൂടെ മാത്രമേ മനുഷ്യർക്ക് സ്വർഗത്തിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ യേശു വന്നിട്ട് ഞാനാണ് വാതിൽ, എന്നിലൂടെ അല്ലാതെ ആർക്കും കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്, അത് വാതില്, മാതാവ് ഗേറ്റ്. പിന്നെ അങ്ങനെയായി. എന്തിനാ ഈ വളഞ്ഞ വഴിക്ക് പോണേ? യേശുക്രിസ്തു പറഞ്ഞു, ഞാനാകുന്നു വാതിൽ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് കയറുകയില്ല, ചെല്ലുകയില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. പിന്നെ ആ വിശേഷണം എടുത്ത് മാതാവിന് കൊടുത്ത് പിന്നെ അത് ഒക്കാഞ്ഞിട്ട് ഒപ്പിച്ച് എന്തിനീ പാടിന് പോണ്? പരിശുദ്ധ അമ്മയെ നമുക്ക് കളിയാക്കരുത്. പരിശുദ്ധ അമ്മയെ നമുക്ക് മാതാവിൻ്റെ അവദാനം എടുത്ത് കൊടുത്ത് സാഹിത്യ രൂപമാണെന്ന് പറയരുത്. സാഹിത്യ രൂപമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ സാഹിത്യം വചനത്തുമായിട്ട് കോൺട്രവേഴ്സി ആകുന്നതാകരുത്. മാതാവ് ഗേറ്റും പിന്നെ കർത്താവ് വാതിലും ഒക്കെ ആക്കി അതിനെ വേറെ രീതിയിൽ വളച്ചൊടിച്ച് നമ്മളെ തിരിച്ച് മറിച്ച് അതൊന്ന് റെഡി ആക്കാനായിട്ട് വൈറ്റ് വാഷ് ചെയ്ത് എന്തൊക്കെ പാടാ നമ്മൾ പെടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? മാതാവിനെ പ്രസാദിപ്പിക്കാനോ? മാതാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് ചെയ്യുന്നത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് മാതാവിനെ അപമാനിക്കുകയാണ്. ഞാനൊരു സൂപ്പർവൈസറായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. എന്നെ ഒരാൾ വന്നിട്ട് എഞ്ചിനീയറെ എന്ന് മറ്റുള്ളവർ എന്നോടൊപ്പം വർക്ക് ചെയ്തിരുന്ന സൂപ്പർവൈസർമാർ കേൾക്കെ എന്നെ എഞ്ചിനീയറെ എന്ന് വിളിച്ചാൽ സത്യത്തിൽ അവരെന്നെ കളിയാക്കുകയല്ലേ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും, എഞ്ചിനീയർ ഇവനാ എന്ന് പറഞ്ഞതുപോലെ തന്നെയല്ലേ നമ്മൾ മാതാവിനെ കളിയാക്കുകയല്ലേ, ഈശോയെയും കളിയാക്കുകയല്ലേ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വചനത്തിൽ ശ്രദ്ധയുള്ളവരാകാം. ഏത് അപദാനവും മാതാവിന് ചേരുന്നത് മാത്രമാണ് മാതാവിനെ വിളിക്കേണ്ടത്. അതാണ് മാതാവിനോടുള്ള ഭക്തിയുടെ ഏറ്റവും നല്ല മാർഗം. മരിയ ഭക്തിയുടെ, മരിയോളജിയുടെ അതിപ്രസരം കാരണം എന്ത് വന്നാലും ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കണേ എന്ന് പറയാതെ ഇത് വചനത്തിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച്, ബെറോയിലെ വിശ്വാസികളെ കേട്ടോ, അപ്പോസ്തല പ്രവർത്തിയിൽ കാണുന്ന ബെറോയിലെ വിശ്വാസികളെ പോലെ ഈ വചനത്തിൽ സ്ക്രിപ്റ്റേഴ്സിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ചതിന് ശേഷം വിശ്വസിക്കുക. എല്ലാം യേശുവുമായിട്ട് അതേ ലെവലിലാക്കാനായിട്ടുള്ള മരിയോളജിയുടെ തന്ത്രപ്പാടുകളാണ് ഇതെല്ലാം. പക്ഷെ എത്രയൊക്കെ ആക്കി വന്നാലും ചിലർ പറയും അത് സാഹിത്യമായിട്ട് കണ്ടാൽ മതി. ഏറ്റവും വലിയ സാഹിത്യ രൂപം ഇതാണ്, മാതാവിനെ മോർണിംഗ് സ്റ്റാർ എന്ന് വിളിക്കുന്നത്. മോർണിംഗ് സ്റ്റാർ, പ്രഭാത നക്ഷത്രം. വെളിപാട് പുസ്തകത്തിൽ പ്രഭാത നക്ഷത്രം എന്ന് വിളിക്കുന്നത് യേശുക്രിസ്തു വന്നിട്ട് യേശുക്രിസ്തു പറയാണ്, ഞാനാണ് പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വ്യക്തമായിട്ട് വായിക്കുന്നത്. ഇതിൽ കൂടുതൽ വ്യക്തമായിട്ട് പറയാനായിട്ട് എങ്ങനെ പറ്റും? ഏശയ്യാ പ്രവചനത്തിൽ വേറൊരുത്തം പറഞ്ഞായിരുന്നത് അതാരായിരുന്നു? അവനെ വെട്ടി താഴെയിട്ടു,
ഞാൻ പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം എന്ന് പറഞ്ഞ ഉത്തരദിക്കിന്റെ മോളിൽ കയറി ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മോളിൽ ഞാൻ എൻ്റെ ഇത് സ്ഥാപിക്കും. അവൻ അപ്പോഴേ മിഖായേൽ മാലാഖ അരിഞ്ഞ് താഴെ ഇട്ടു. പിന്നീട് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് യേശുക്രിസ്തു പറയാണ് അതെന്താണെന്ന് വെട്ടി താഴെയിടാൻ കാരണമെന്ന് വെളിപാട് പുസ്തകം വായിക്കുമ്പോഴാണ് നമുക്കറിയുന്നത്. യേശുക്രിസ്തുവിന്റെ അപദാനമാണ് ഞാൻ പ്രഭാപൂർണനായ പ്രഭാത നക്ഷത്രം. ഇത് വായിച്ച് നമ്മൾ ദൈവവചനം അടച്ചു വെച്ചിട്ട് നമ്മൾ മാതാവിനെ വിളിക്കും പ്രഭാപൂർണമായ അല്ലെങ്കിൽ പ്രഭാത നക്ഷത്രമേ, മോർണിംഗ് സ്റ്റാർ, പ്രേ ഫോർ മീ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും, പ്രേ ഫോർ അസ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇത്രയും നാൾ പറഞ്ഞതിന്റെ കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് കത്തോലിക്കരുടെ ഇടയിൽ നമ്മുടെ മനസ്സിലും നമ്മുടെ ജീവിതത്തിലുമുള്ള സ്ഥാനം അത് ഏറ്റവും നല്ല സ്ഥാനം തന്നെയാണ്. കാരണം യേശുവിൻ്റെ അമ്മയെ നമ്മൾ ബഹുമാനിക്കണം, യേശുവിൻ്റെ അമ്മയെ നമ്മൾ സ്നേഹിക്കണം. യേശുവിൻ്റെ അമ്മയെ അത് മാതൃകയാക്കിക്കൊണ്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. യേശുവിൻ്റെ അമ്മയ്ക്ക് നൽകാവുന്ന ഏറ്റവും നല്ല സ്ഥാനമാണ് എൻ്റെ മാതാവേ, എൻ്റെ അമ്മേ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള സ്ഥാനങ്ങളൊക്കെ നൽകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് വചനത്തിലുള്ളതാണോ എന്ന് ഒരിക്കൽ കൂടി പരിശോധിച്ച് യേശുക്രിസ്തുവിന് കൊടുക്കുന്ന സ്ഥാനത്തെ റീപ്ലേസ് ചെയ്യുന്നതാകരുത് മാതാവിന് കൊടുക്കുന്ന സ്ഥാനം, മാതാവിന് കൊടുക്കുന്ന അപരനാമം. നല്ല വിശ്വാസികളായിട്ട് മാറാനായിട്ട്, അല്ലെങ്കിൽ വചനം അറിയുന്ന വിശ്വാസികളായിട്ട് മാറാനായിട്ട്, ഇനി ഒരിക്കലും തിരുത്തപ്പെടാനോ കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്കും അടുത്ത ഒരു ഡിഗ്രി ഇറങ്ങാനോ ഇടയാകാതിരിക്കേണ്ടതിന് നമുക്ക് ഇപ്പോഴേ തന്നെ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അവൻ പറഞ്ഞത്, മാതാവിൻ്റെ മകൻ പറഞ്ഞത് അനുസരിക്കുന്നതാണ്, അല്ലാതെ മാതാവിൻ്റെ രൂപം പോയിക്കൊണ്ട് നടക്കുന്നതല്ല. പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് വാഴക്കൊല കൊടുക്കുന്നതല്ല. പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് തലമുട്ടയടിക്കുന്നതല്ല. പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തലയിൽ ഇഷ്ടികയും ചുമന്നുകൊണ്ട് പള്ളിക്ക് ചുറ്റും മുട്ടേ നീങ്ങുന്നതല്ല. പരിശുദ്ധ മാതാവിനെ സ്നേഹിക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, അവൻ പറഞ്ഞത് നീ ചെയ്യണം. നമുക്കിത് പറ്റുന്നില്ല എങ്കിലാണ് നമ്മൾ ഈ കുറുക്ക് വഴികളിൽ കൂടെ എങ്ങനെ കാര്യം നേടിയെടുക്കാം എന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്ത ചൂഷണങ്ങൾക്ക് വിധേയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസത്തിൻ്റെ മാന്യത നമുക്ക് കാത്തു സൂക്ഷിക്കാം. കർത്താവിൻ്റെ നല്ല കുഞ്ഞുങ്ങളായിട്ട്, പരിശുദ്ധ അമ്മയുടെ ഏറ്റവും ഓമനത്വമുള്ള കുഞ്ഞുങ്ങളായിട്ട്, വിശ്വാസത്തിൻ്റെ സംരക്ഷകരായിട്ട് നമുക്ക് വളരാം. ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടെ നടക്കാം. കർത്താവായ യേശു ക്രിസ്തു ഏക രക്ഷകൻ, അവൻ നമ്മെ നിത്യതയുടെ തുറമുഖത്ത് എത്തിച്ചേ തീരൂ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.